ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മുടെ മാർക്കറ്റ് വലിയ രീതിയിലുള്ള മുന്നോട്ടുള്ള ഒരു കാര്യവും നിഫ്റ്റി കാണിച്ചിട്ടായിരുന്നു. നിങ്ങൾ നോക്കിയതിന് അറിയാൻ പറ്റും, നിഫ്റ്റി ഇന്ന് വ്യക്തമായിട്ട് ഒരു റേഞ്ചിൽ തന്നെയാണ് നിഫ്റ്റി നിന്നത്. നമ്മുടെ ബാങ്ക് നിഫ്റ്റിയും ഏകദേശം പറഞ്ഞാൽ ഒരു പ്യുവർലി ഒരു റേഞ്ച് മാർക്കറ്റ് തന്നെ ആയിരുന്നു. നമ്മുടെ മാർക്കറ്റ് നിങ്ങൾ നോക്കുന്ന സമയത്ത് നിഫ്റ്റി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ബുള്ളിഷ് റഫറൻസിൻ്റെ താഴെ മുകളിലോട്ടും പോയില്ല, പകരം പി ഒ സിയുടെ അവിടെ നിന്ന് നേരെ ഇറങ്ങി ബെയറിഷ് റഫറൻസ് താഴെയാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. ബാങ്ക് നിഫ്റ്റിയും ഏകദേശം സെയിം അതേ ഒരു ഡിറ്റോ, ഒരു സ്ഥലവും മാറ്റവും ഇല്ല, ബെയറിഷ് റഫറൻസ് താഴെ തന്നെയാണ് അവനും ക്ലോസ് ചെയ്ത്, ചുരുക്കി പറഞ്ഞാൽ. സോ മാർക്കറ്റ് ഒരു തരത്തിലൊന്നും ഒരിടത്തും പോയിട്ടില്ല. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ക്ലിയറായി നിൽക്കുകയായിരുന്നു മാർക്കറ്റ് നിന്നത്. നമ്മളെ മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ പ്രകാരം നിങ്ങൾ നോക്കുന്ന സമയത്ത് നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആയിരുന്നു. മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു മാർക്കറ്റായിരുന്നു. പക്ഷെ ബാങ്ക് നിഫ്റ്റി താഴേക്ക് ഇറങ്ങിയില്ല, പകരം ഇൻസൈഡ് ഐ ബി തന്നെയായിരുന്നു മെജോറിറ്റി ഉള്ള സമയം മൊത്തവും കളിച്ച ബാങ്ക് നിഫ്റ്റി. ചുരുക്കി പറഞ്ഞാൽ ഇന്ന് മാർക്കറ്റ് അഞ്ചാമത്തെ ദിവസമാണ്. ഐന്താം വേദം എന്ന് പറയും പോലെ 5ാം ദിവസത്തിലേക്ക് നമ്മുടെ മാർക്കറ്റ് കടന്നിട്ടുണ്ട്. ഒരു ബാലൻസും ഒരു മൂമെൻറ്റും തരാതെ പ്യുവർലി ഉള്ള ഒരു ബാലൻസ് മൂമെൻറ്റിലേക്കാണ് വന്നിരിക്കുന്നത്. സോ ഇന്ന് വൈകിട്ട് 4 മണിക്ക് നമ്മുടെ ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ വന്നു. അത് സർപ്രൈസിംഗ്ലി കുറച്ച് പോസിറ്റീവായ ഡേറ്റയാണ് ഇന്ത്യക്ക് വന്നത്. നമ്മുടെ 4 മണിക്കുള്ള ഡേറ്റ നിങ്ങൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഡേറ്റ 5.53 പ്രതീക്ഷിച്ച സ്ഥാനത്ത് 5.48 ഡേറ്റ ഉണ്ട്. അതുകൂടാതെ ക്യുമുലേറ്റീവ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻസ് കൂടിയിട്ടുണ്ട്. അത് സെയിം തന്നെയാണ്. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ കൂടി 3.1 3.5 പ്രതീക്ഷിച്ചു, സെയിം അതിനും കുറഞ്ഞിട്ടില്ല. സാധാരണ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനൊക്കെ കുറഞ്ഞ് കാണിക്കുന്നതാണ്. അപ്പോൾ വന്ന ഇൻഫ്ലേഷൻ ഡേറ്റയും വന്ന ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനും പോസിറ്റീവായ ഡേറ്റയാണ്. മാനുഫാക്ചറിങ് ഔട്ട്പുട്ടും കൂടി. ഇത് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ പോസിറ്റീവായ കാര്യമാണ്. ഇനി അടുത്ത വരാൻ പോകുന്ന വന്നത് 7 മണിക്ക് വന്ന അമേരിക്കൻ മാർക്കറ്റിലെ കണ്ടിന്യൂസ് ജോബ്ലെസ് ക്ലെയിം നെഗറ്റീവാണ്. കുറച്ച് നെഗറ്റീവാണ്. ജോബ്ലെസ് ക്ലെയിംസ് കൂടിയിട്ടുണ്ട്. പിന്നെ കോർ സി പി ഐ കറക്റ്റാണ്, വ്യത്യാസമൊന്നുമില്ല. കോർ സി പി ഐയുടെ അത് കുറച്ചൊന്ന് കൂടിയിട്ട് പി പി ഐ ഒന്ന് കുറച്ച് കൂടിയിട്ടുണ്ട്. ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിം കുറച്ച് നല്ല കൂടിയിട്ടുണ്ട്. 2.21 ലാക്സിൽ നിന്ന് 2.42 ലാക്സിലേക്ക് വന്നു. അപ്പം അതെന്താണ്, ഇനീഷ്യലായിട്ട് ജോബ്ലെസ് ക്ലെയിം അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കൂടിയത് കൊണ്ട് അതൊരു നെഗറ്റീവായ ഒരു കാര്യമാണ്. പിന്നെ പി പി ഐ മന്ത് ഓൺ മന്ത് ഉള്ള പ്രൊഡ്യൂസേഴ്സ് പ്രൈസ് ഇൻഡെക്സ് അത് വന്ന് 0.3 നിന്ന് 0.2 പ്രതീക്ഷിച്ചതാണത് 0.4 വന്നു. അത് നല്ലൊരു പോസിറ്റീവായ ഒരു കാര്യം. അപ്പോൾ അമേരിക്കൻ മാർക്കറ്റിൽ വന്ന ഡേറ്റയിൽ ഈ ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിം ചെറിയൊരു പ്രശ്നത്തിൽ നിൽക്കുകയാണ്. അതാണ് മാർക്കറ്റ് നെഗറ്റീവായി നിൽക്കുന്നത്. നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയത്ത് അമേരിക്കൻ മാർക്കറ്റ് 17 പോയിന്റ് മൈനസ് നിൽക്കുകയാണ്. S&P 14 പോയിന്റ് മൈനസ് നിൽക്കുകയാണ്. നാസ്ഡാക്ക് 100 പോയിന്റ് മൈനസ് നിൽക്കുകയാണ്. നമ്മുടെ നിഫ്റ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ 580 പോയിന്റ്, അതായത് ഒരു 40-55 പോയിന്റ് മൈനസ്, അതായത് 65 പോയിന്റോളം മൈനസിലാണ് നിൽക്കുകയാണ്. സോ ഗിഫ്റ്റ് ഇപ്പോൾ അതിനിടയ്ക്ക് വേറൊരു ന്യൂസ് വന്നായിരുന്നു, ഇസ്രായേൽ ഡമാസ്കസിനെ ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞ ന്യൂസ് ഉണ്ട്. പക്ഷേ ആ ന്യൂസിന് ഞാൻ പറഞ്ഞില്ല, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഒരാളെ ഒരു പ്രാവശ്യമേ കൊല്ലാൻ പറ്റുള്ളൂ. അതുപോലെ ആ ന്യൂസിൻ്റെ കാലാവധി കഴിഞ്ഞു. ഇനി പുതുതായിട്ട് എന്തെങ്കിലും വലിയൊരു ന്യൂക്ലിയർ ഇത് വരാൻ പാടില്ല, ദൈവത്തെ ഓർത്ത്. പക്ഷേ അങ്ങനെ എന്തെങ്കിലും ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ മാർക്കറ്റിന് അത് അടിക്കുകയുള്ളൂ. ഇപ്പോഴത്തെ അവസ്ഥയിൽ നോക്കുമ്പോൾ ആ ന്യൂസിനൊരു ഇമ്പോർട്ടൻസ് ഞാൻ കാണുന്നില്ല. സോ നമുക്ക് വന്ന ഇൻഫ്ലേഷൻ ഡേറ്റ വളരെയധികം പോസിറ്റീവായ ഡേറ്റയാണ്. അമേരിക്കൻ മാർക്കറ്റിലെ ഡേറ്റ നെഗറ്റീവാണ്. സോ അത് നമ്മുടെ മാർക്കറ്റ് എങ്ങനെ ബാധിക്കും അല്ലെങ്കിൽ എങ്ങനെ മൂവ്മെൻറ്റ് ചെയ്യുമെന്ന് നാളത്തെ മാർക്കറ്റ് നോക്കിക്കൊണ്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂവിലേക്ക് കടക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും, ബാങ്ക് നിഫ്റ്റി 5ാമത്തെ ദിവസമാണ് മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരമുള്ള റേഞ്ച് ബാലൻസ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ 53,800-നും 53,490 എന്ന് പറഞ്ഞ വാല്യൂവിലെ ലോയ്ക്ക് ഇടയ്ക്ക് കടന്നാണ് ആശാൻ കൃത്യമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ലെവലും ചേഞ്ചസ് ഇല്ലാതെ ക്ലോസിംഗ് തന്നെ കൃത്യമായി പറയണമെങ്കിൽ ഈ വാല്യൂരിയ ലോയുടെ താഴെയാണ് നമുക്ക് ക്ലോസ് ചെയ്യണം. എന്നെ സംബന്ധിച്ച് ചെറിയൊരു ബിറ്റ് നെഗറ്റീവാണിത്. കാരണം ഒരു ബാലൻസിൻ്റെ റേഞ്ച് ബാലൻസിൻ്റെ വാല്യൂരിയ ഹൈക്കോ
മുകളിലോ താഴെയോ ക്ലോസിങ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഡേഞ്ചർ സൈൻ ആണ്. അതായത് മറ്റേത് വാല്യൂവിൻ്റെ ഹൈക്ക് മുകളിൽ നിൽക്കുകയാണെങ്കിൽ എന്താണ് ബുള്ളിഷ് സൈൻ എന്ന് പറയും. വാല്യൂവിൻ്റെ ലോയ്ക്ക് താഴെ ക്ലോസ് ചെയ്യുന്നെങ്കിൽ ബെയറിഷ് സൈൻ. അപ്പോൾ എന്നെ സംബന്ധിച്ച് നിഫ്റ്റി ഒരു ബെയറിഷ് സൈനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. സോ അത് പ്രത്യേകിച്ച് പറയുമെങ്കിൽ ബാങ്ക് നിഫ്റ്റി 53,415 എന്ന് പറഞ്ഞ ഈ ഒരു ഇമ്പോർട്ടൻറ്റ് POCയുടെ ഭാഗത്തിന് മുകളിൽ നിൽക്കുന്നത് കൊണ്ട് ഒരു ചെറിയൊരു പോസിറ്റീവായ ഉണ്ട്. എന്നാൽ ഈ ഒരു ക്ലോസിംഗ് നെഗറ്റീവായ രീതിയാണ്. അപ്പോൾ ഇപ്പോഴും നമ്മളെ പറയുമ്പോൾ നമ്മളെ മാർക്കറ്റ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ നമ്മളെ വാല്യൂവിൻ്റെ ലോയ്ക്കും വാല്യൂവിൻ്റെ ഹൈ ആണ് നമ്മുടെ ചില ബുള്ളിഷും ബെയറിഷ് റെഫറൻസ്. സോ അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രമേ ബൈ എടുക്കുക. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 53,630 പഴയ വാല്യൂവിലെ ലോ. ഇപ്പോഴും POC അത് തന്നെയാണ് ഇപ്പോഴും POC നിൽക്കണം 53,430. വാല്യൂവിലെ ലോയ്ക്ക് വരെ ഞാൻ ബെയറിഷ് റെഫറൻസ് വെച്ചിരിക്കുന്നത് 53,415 ആണ്. 53,415 എന്നെ സംബന്ധിച്ചുള്ള ബെയറിഷ് റെഫറൻസ്. അതിന് താഴെ മാത്രമേ ഞാനൊരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അതിനകത്ത് ഫസ്റ്റ് ടാർഗറ്റ് ഞാൻ ടാർഗറ്റുകൾക്കൊന്നും മാറ്റമില്ല. 53,190 ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ് 53,300, തേർഡ് ടാർഗറ്റ് 52,914. സോ 53,190, 53,003, 52,914, 52,914 ഇതാണ് നമ്മളെ തേർഡ് ടാർഗറ്റ്. ഇനി മുകളിലേക്ക് എന്ന് പറയുമ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ 53,800 ആണ് നമ്മുടെ വാല്യൂ ഏരിയ ഹൈ. ഇതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ മാത്രമേ ഒരു ബൈനെ കുറിച്ച് കാണും. അപ്പോൾ 53,800 ഒരു ബുള്ളിഷ് റെഫറൻസ്. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 53,927, അതിന് മുകളിൽ 53,060, അതിന് മുകളിൽ 54,257 എന്ന് പറഞ്ഞാൽ POCയുടെ ഭാഗം. ഇതാണ് POC 54,257. സോ ഈ ഒരു POC ഇവിടെയാണ് നിൽക്കുന്നത് 54,060, അതിന് മുകളിൽ ഈ 54,257 എന്ന് പറഞ്ഞാൽ ഈ POC. ഇതാണ് എന്നെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ്. സോ ഇനി നമുക്ക് നോക്കേണ്ടത് നിഫ്റ്റിയുടെ. നിഫ്റ്റി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയാം, നിഫ്റ്റി ഒരിടത്തും പോയിട്ടില്ല, അവിടെ തന്നെ നിൽക്കുകയാണ്. നിഫ്റ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിഫ്റ്റി മനസ്സിലാവും. ആശാന ഇന്ന് നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ്. മാർക്കറ്റ് പ്രൊഫൈൽ ഫസ്റ്റ് ആയിട്ട് തന്നു. എന്നിരുന്നാൽ കൂടി ഈ കഴിഞ്ഞ ബുധനാഴ്ച വന്ന 24,618 എന്ന് പറഞ്ഞാൽ ആ ഇമ്പോർട്ടൻറ്റ് POCയുടെ മുകളിൽ തന്നെയാണ് അവൻ ക്ലോസ് ചെയ്തിരിക്കുന്നത്. കൃത്യമായി പറയുകയാണെങ്കിൽ ആ റേഞ്ചിനകത്ത് കിടന്ന് ബാലൻസ് ചെയ്ത് കളിക്കുകയാണെങ്കിൽ 24,600-നും 24,900-നും എടുക്കാനുള്ള 300 പോയിന്റ് കടന്നാണ് ബാങ്ക് നിഫ്റ്റി ബ്രേക്ക് ചെയ്യുന്നത്. സോ ഈ റേഞ്ച് പൊട്ടുകയാണെങ്കിൽ 300 പോയിന്റ് മുകളിലോട്ടോ 300 പോയിന്റ് താഴോട്ടോ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഞാൻ 25,000 ചോദിച്ചതിനുള്ള ആൻസർ നിങ്ങൾക്ക് അവിടെ കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. സോ നിഫ്റ്റിയുടെ POC നിൽക്കണം 24,731 ആണ് നിഫ്റ്റിയുടെ POC നിൽക്കുന്നത്. ഒരു POCക്ക് ഒരു മാറ്റവുമില്ല. 24,732 ആണ് ഇപ്പോഴും നിഫ്റ്റിയുടെ POC നിൽക്കുന്നത്. സോ ഇനി നോക്കേണ്ടത് 730 നിൽക്കുകയാണ്. അതിന് ഇനി അടുത്ത് നോക്കേണ്ടത് നമ്മുടെ വാല്യൂ ഏരിയ ഹൈ അല്ലെങ്കിൽ ബുള്ളിഷ് റെഫറൻസ് 24,806 ആണ്. ഞാൻ ഇപ്പോൾ 810 ഒരു 4 പോയിന്റ് മുകളിലോട്ട് കൊടുത്തു. സോ 24,810 ആണ് എന്താണ് നമ്മുടെ നിഫ്റ്റിയുടെ വാല്യൂ ഏരിയ ഹൈ. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രമേ നമുക്കൊരു ബൈയെ കുറിച്ച് ചിന്തിച്ചാൽ മതി. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് നിലയിൽ 889, അതിന് മുകളിൽ അടുത്തത് 24,964. ഇതാണ് നമ്മുടെ ടാർഗറ്റ്. സോ 24 എന്താണ് 24,889, 24,964 എന്ന ലെവലിലേക്ക് പോകാം. ഇനി താഴേക്ക് ഓർത്തുള്ളൂ, താഴേക്ക് നമ്മൾ 24,654 ആണ് എന്നെ സംബന്ധിച്ചുള്ള ബെയർ. 24,656 എന്നെ സംബന്ധിച്ച ബെയറിഷ് റെഫറൻസ്. അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ 590ക്ക് താഴെ നിൽക്കുക. ഇതാണ് 590 താഴെ നിൽക്കുകയാണെങ്കിൽ 505 താഴെ നിൽക്കുകയാണെങ്കിൽ 445 എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിലേക്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ എല്ലാവരും വീഡിയോ കാണുക, ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ കുറച്ച് ഹെൽത്ത് പരമായ കുറച്ച് ഇഷ്യൂസുകളുണ്ട് മാത്രമാണ് ഇപ്പം കുറച്ച് വീഡിയോസൊക്കെ കുറച്ച് വരുന്നത്. ഒന്ന് ക്ലിയർ ആയി കഴിഞ്ഞാൽ സീരീസ് ഓഫ് എഡ്യൂക്കേഷണൽ വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആയിരിക്കുന്നതാണ്. സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. സോ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ സൈൻ ഓഫ് ചെയ്യുന്നു. നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.